ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നല്ല ഒരു പ്രോൺസ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് 3-4 ഉലുവയും കുറച്ച് ചെറിയ ജീരകവും ഇട്ട് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 15 കൊച്ചുള്ളി, ഒരു 3-5 വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് ഇത്രയും നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ ഇത് വഴണ്ടി കിട്ടും. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് വഴണ്ടി വരുമ്പോഴത്തേനും നമുക്ക് പുളിവെള്ളം തയ്യാറാക്കാം. അതിനായി കുറച്ച് വെള്ളത്തിലേക്ക് ഒരു 3-4 വടക്കംപുളി ഇട്ട് കൊടുക്കുക. വടക്കംപുളി ഇട്ടത് വെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുമ്പോൾ ഈ വടക്കംപുളിയുടെ കറയൊക്കെ മാറും. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. ഇനി നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായി ഒരു 2 സ്പൂൺ മുളക് പൊടി വേണം, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, എരിക്ക് ആവശ്യമായ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് നല്ല രീതിയിൽ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് അല്പം തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ മൂപ്പിച്ചെടുക്കേണ്ട കാര്യമില്ല, ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അത് ചൂടാക്കിയതിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ അരച്ച് വെക്കാവുന്നതാണ്. ഇനി നമുക്ക് കറി റെഡിയാക്കാം. അതിനായിട്ട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കഴുകി വെച്ചിരിക്കുന്ന പ്രോൺസുമാണ്. അതിൽ ഒരു ചട്ടി ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുക. പിന്നീട് തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് നല്ലോട്ട് വഴറ്റി എടുക്കാം. നല്ലതുപോലെ വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊഴിച്ച് കൊടുക്കാം. പിന്നീട് വടക്കംപുളി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും ചേർത്ത് നമുക്ക് അതിനെ അടച്ച് വെച്ച് വേവിക്കാം. തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കാം. തിളച്ച് പറ്റി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കടുക് വറുത്ത് ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോഴൊരു പാത്രം എടുത്ത് അതിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളക്, കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം ആയിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടിച്ച് ഒഴിക്കുക. അതിനകത്തോട്ട് ഒഴിക്കുമ്പം തന്നെ നല്ല മണമാണ് കറിക്ക്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ പ്രോൺസ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഓക്കെ, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ, ബൈ ബൈ. ഓക്കെ.